എനിക്കൊരു പുതിയ വണ്ടി വേണമായിരുന്നു. അപ്പൊ അർച്ചനെ ഞാൻ നേരത്തെ ഇവിടെ ഷോറൂമിലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അർച്ചനയുടെ കെയർ ഓഫില് ഏത് വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്, അതാണ് നമുക്ക് അറിയേണ്ടത്. അതിന്റെ ഉപയോഗം അനുസരിച്ച് നമ്മൾ ഏത് വണ്ടിയെ നോക്കുന്നത് കാണിക്കാം. ആദ്യം വണ്ടി മോഡലാണ് ഇത് വരുന്നത്. 110ന്റെ അലോയ് വീലുള്ള ടൈപ്പാണ്. അലോയ് വീല് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ് വരുന്നത്. മീറ്റർ വന്നിട്ട് TFT മീറ്റർ ആണ്. വണ്ടിക്ക് മൈലേജ് 65 ആണ്. നമുക്ക് നോൺ സ്റ്റോപ്പ് സ്ട്രൈറ്റ് റോഡ് 65 ആണ് മൈലേജ്. അതിന്റെ എക്കണോമിക് ലെവൽ കാണിക്കുന്നുണ്ട്. ആ എക്കണോമിക് ലെവൽ അനുസരിച്ച് നമുക്ക് 65 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഡിയലിംഗ് സ്വിച്ച് വർക്ക് ആവുന്നുണ്ട്. കുറച്ച് ദൂരം വണ്ടി ഓടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഒരു 3 സെക്കൻഡിൽ വണ്ടി ഓഫ് ആയിക്കോളും. അപ്പം ഒന്ന് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി, വണ്ടി മൂവ് ആയിക്കോളും. അതായത് നമ്മൾ വണ്ടി നേരെ ചലിച്ച് നിൽക്കുമ്പോൾ പെട്രോൾ കുറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ആണ്. സൈഡ് സ്റ്റാൻഡ് താത്തിടുവാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവും. ഇനി ഇവിടെ ഒരു ഹോൾഡർ ഒക്കെ ഉണ്ട്, ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. നമുക്ക് ഇവിടെ മൊബൈല് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സൗകര്യമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ കളർ പറയാൻ പറ്റും. കളർ വേരിയന്റ് നമുക്ക് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ വന്നിട്ട് ഡീസന്റ് ബ്ലൂ എന്ന് പറയുന്ന കളറാണിത്. PS ബ്ലൂ എന്ന് പറഞ്ഞ പേൾ സിറൻ ബ്ലൂ എന്ന് പറയുന്ന കളർ വന്നിട്ട് റിബൽ റെഡ് വരുന്നുണ്ട്, മാറ്റ് ഗ്രേ വരുന്നുണ്ട്. ആ കളർ ജസ്റ്റ് എനിക്ക് കാണണം. അതുപോലെ തന്നെ ആവറേജ് മൈലേജ് നമുക്ക് കിട്ടുന്നത് 65 കിട്ടുന്നുണ്ടല്ലേ. അർച്ചന ഇതിന്റെ കളർ ഒന്ന് പറയാം. നമുക്ക് ഇന്നത്തിൽ 6 കളർ വേരിയന്റുകൾ വരുന്നത്. ഈ കളർ എന്ന് പറയുന്നത് ഡീസന്റ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അതുപോലെ നമുക്ക് വേറൊരു ബ്ലൂടെ വരുന്നുണ്ട്, പേൾ സിറൻ ബ്ലൂ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നുണ്ട് മാറ്റ് ഗ്രേ വരുന്നുണ്ട്, റിബൽ റെഡ് വരുന്നുണ്ട്, വൈറ്റ്, ബ്ലാക്ക്. അങ്ങനെ 6 കളേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് എന്റെ ഡീലക്സ് വേരിയന്റ് ആണ്. അലോയ് വീലും ഹെഡ്ലൈറ്റ് LED TFT മീറ്ററും ആണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് 3 മെനു വരുന്നുണ്ട്. അതിനകത്ത് മെനുവിന് നമുക്ക് ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ടോഗിൾ സ്വിച്ച് വെച്ചിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഫ്യൂവലിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് ബാലൻസ് കിടക്കുന്ന പെട്രോളിനകത്ത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പ് A, B അങ്ങനെ 2 ഡെസ്റ്റിനേഷൻ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്തിടാൻ പറ്റും. ഈ എക്കോ ഇൻഡിക്കേറ്റർ ഒക്കെ ഫ്രണ്ടിൽ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും സെലക്ട് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേ ടൈപ്പ് അത് നമുക്ക് സിമ്പിളും ബാർ അങ്ങനെ 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. ബ്രൈറ്റ്നസ് ലെവല് 8 മാനുവലായിട്ട് നമുക്ക് 8 ലെവല് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ബ്രൈറ്റ്നസ് ലെവൽ ഓട്ടോയും തീമും ഓട്ടോയും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റിന്റെ അതിനനുസരിച്ച് നമുക്ക് ഫ്രണ്ട് സ്ക്രീൻ ബ്ലാക്ക് വൈറ്റും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫേവറേറ്റ് ഇൻഫോർമേഷൻ അതിൽ നമുക്ക് ട്രിപ്പ് A, B അതിലെ ടോട്ടൽ കൺസപ്ഷൻ, ആവറേജ് കൺസപ്ഷൻ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. ആവറേജ് സ്പീഡ് സെറ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ ജനറൽ അതിൽ സെറ്റ് ചെയ്യുന്ന ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ടിവ 110ന്റെ കളർ ഏതൊക്കെ വേരിയന്റ് അതൊന്ന് പറയാമോ? ഇത് ഈ ഇരിക്കുന്ന കളർ PS ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അതായത് പേൾ സിറൻ ബ്ലൂ. അതുപോലെ വേറൊരു ബ്ലൂ വരുന്നത് ഡീസന്റ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. 2 ബ്ലൂ ആണ് 110 cc വരുന്നത്. ഇതാണ് റിബൽ റെഡ് എന്ന് പറയുന്ന കളർ. ഇതാ എനിക്കൊന്ന് വെറൈറ്റി കളർ എന്ന് തോന്നുന്നു. 110 എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ അട്രാക്ഷൻ തോന്നുന്നു. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, നല്ല കളറാണ്. പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് 120 ഇറങ്ങിയിട്ടുണ്ടല്ലോ ആക്ടിവയുടെ 125. അതിന്റെ കളർ ഏതൊക്കെ ഉണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ഏതായാലും ഞാനൊരു വണ്ടി എടുത്തിട്ടേ പോകുന്നുള്ളൂ ഇവിടുന്ന്. അത് ഉറപ്പാ. അപ്പം അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണല്ലോ. അപ്പം എനിക്ക് ഇതിനകത്ത് കളറുകൾ കുഴപ്പമില്ല, കുറച്ചൊരു വെറൈറ്റി ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കളർ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മൈലേജിന്റെ കാര്യത്തിൽ നമുക്ക് ഏത് മോഡൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ? മൈലേജിന്റെ കാര്യം നോക്കുവാണെന്നെങ്കിൽ 110 തന്നെയാണ് ബെറ്റർ. ഏകദേശം എത്ര കിട്ടും നമുക്ക് മൈലേജ്? 65 ആണ്. അവസാനം കുറച്ച് ദൂരം ഓടുകയും ഒക്കെ ദൂരം നന്നായിട്ട് ഓടാനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് 125 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിന് സാറ് പറഞ്ഞ പോലെ ഒരു വെറൈറ്റി കളർ വരുന്നുണ്ട്, ഒരു പ്രീമിയം മോഡൽ കളർ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് പവറിന്റെ കാര്യത്തിലും എല്ലാം സെയിം ഇഞ്ചൻ തന്നെയല്ലേ? ഇഞ്ചിന്റെ കാര്യത്തില്
ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? പവറിൽ വ്യത്യാസം ഉണ്ടല്ലേ? 125cc വരുമ്പോ ഡിസ്ക് ബ്രേക്കും കൂടെ വരുന്നുണ്ടോ? ബാക്കിയെല്ലാം അപ്പൊ കുറച്ചുകൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ മൈലേജിന് ചെറിയ വ്യത്യാസം തോന്നുന്നു. വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്റ്റീവ 125 ഒന്ന് കാണിക്കാം. പുതിയ വന്ന കളർ സാറിനെ കാണിക്കാം. ഓക്കെ, ആക്റ്റീവ 125ന്റെ കളർ ഏതൊക്കെയുണ്ട്? എനിക്ക് അതിനകത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളത്, പ്രേക്ഷകരാണെങ്കിലും വെറൈറ്റി കളറുകൾ ഒരുപാട് പേര് നോക്കുന്നുണ്ട്. എനിക്ക് ഒരു വെറൈറ്റി കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അർച്ചന ഈ 125ന്റെ കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? ഡീറ്റെയിൽസ് ആയിട്ട്. ഇതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന മോഡലാണ് 125cc. ആനിവേഴ്സറി എഡിഷൻ എന്ന് വെച്ചാൽ ഹോണ്ട ആക്റ്റീവ ഇറക്കിയിട്ട് 25 വർഷമായി. അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷനോടനുബന്ധിച്ച് നമുക്ക് ഹോണ്ട ഇറക്കിയേക്കുന്നതാണ് ആക്റ്റീവ 125 ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞ മോഡൽ. അപ്പൊ മറ്റ് 125cc നിന്ന് വ്യത്യാസമായിട്ട് വരുന്ന കാര്യങ്ങള് 25 ഇയേഴ്സിന്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. അതുപോലെ അലോയ് വീല് നോർമലി വന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതൊരു പൈറൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് അലോയ് വീല് വന്നേക്കുന്നത്. അതുപോലെ ഈ ഒരു 2 പോർഷനിലും ഗ്രാഫിക്സ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും ഈ 2 സൈഡിലും നമുക്ക് ഗ്രാഫിക്സ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നോർമലി ഉള്ള 125cc ഈ ഇന്നർ പോർഷനും സീറ്റിങ്ങും ഒക്കെ വന്നിട്ട് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഈ ആനിവേഴ്സറി എഡിഷൻ മോഡൽ വന്നേക്കുന്നതിനകത്ത് ബ്ലാക്ക് ആണ് ഷെയ്ഡുകളും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത്. ഇത് 2 കളറുകളെ വരുന്നുള്ളൂ ഈ ആനിവേഴ്സറി എഡിഷൻ മോഡലുകൾക്ക്. ഒന്ന് പേൾ സിറൻ ബ്ലൂ എന്ന് പറഞ്ഞ PS ബ്ലൂവും പിന്നെ സ്റ്റീൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു. അപ്പൊ ഷോറൂം പ്രൈസ് എന്ന് പറയാം. ഇതിന്റെ ഷോറൂം പ്രൈസ് വരുന്നത് 92,673 എന്നാണ് ഷോറൂം പ്രൈസ്. അർച്ചന, എനിക്ക് ആക്റ്റീവ 125 ഞാൻ 110 കണ്ടു, പല മോഡലും കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ്. അപ്പൊ ഇതേത് കളർ എന്ന് പറയാം? ഇതാണ് പേൾ ഡീപ്പ് ഗ്രൗണ്ട് പേ എന്ന് പറയുന്ന പുതിയ കളറാണ് ആക്റ്റീവ 125 വന്നേക്കുന്നത്. ഇതൊരു പ്രീമിയം കളറാണ്. അതെ, സ്കൂട്ടേഴ്സിനകത്ത് നമുക്ക് പുതിയ കളർ വന്നേക്കുന്നുണ്ട്. മറ്റുള്ള മോഡൽ വെച്ചിട്ട് നമുക്കാണ് ഈ ഒരു പ്രീമിയം കളർ. ഇതിന്റെ ഇത് ഫ്രണ്ട് ഡിസ്ക് തന്നെയാണ് വരുന്നത്. അലോയ് വീല് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാം. ഈ 110ഉം ആക്റ്റീവ 110ഉം പിന്നെ ഇത് 125 തമ്മില് നമുക്ക് എത്ര രൂപയുടെ വ്യത്യാസം വരും ഏകദേശം? നമുക്കൊരു ഏകദേശം 6,000 രൂപയുടെ വ്യത്യാസമാണ് 110 അലോയ് വീലും ഈ 125 ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഈ തിരുവല്ല, കോട്ടയം, നമ്മുടെ പത്തനംതിട്ട ഈ ഏരിയയിൽ നിന്നൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട്.